ടിക്കി ടാക്കയും MSNുമെല്ലാം ആവിഷ്കരിച്ച സംഘക്കാർ കാത്തിരുന്നത് ഈയൊരു നിമിഷത്തിന് വേണ്ടിയായിരിക്കും. കോപ്പ ഡെൽ റേയുടെ ഫൈനൽ പോരാട്ടത്തിൽ അതികായകരായ റിയൽ മാഡ്രിഡിനെതിരെ ഒരു ഗംഭീര വിജയം സ്വന്തമാക്കുമ്പോൾ ഓരോ ബ്ലോഗ്രാനക്കാരും ഏറെ സന്തുഷ്ടരായിരിക്കും. വിമർശനങ്ങളും പരാതികളും ഏറെ കേട്ടുകൊണ്ടിരുന്ന സമയം സാവി കടന്നു വന്നതും തകർച്ചയിൽ നിന്നും തരക്കേടില്ലാത്തൊരു പൊസിഷനിലേക്ക് ടീമിനെ കൊണ്ടെത്തിച്ചതുമെല്ലാം അയാൾ കൊണ്ടുവന്ന മാറ്റങ്ങളായിരുന്നു. എന്നാൽ സാവി നടത്തിയ ഏറ്റവും വലിയ സംഭാവന മറ്റൊന്നാണ്. ലാമാസിയിൽ നിന്നും അയാൾ റിക്രൂട്ട് ചെയ്ത ഒരു പറ്റം യുവ ടാലന്റുകൾ, ആ ചോരത്തിളപ്പിനെ പൂർണ്ണമായും വിശ്വസിച്ച ഫ്ലിക്ക്. അതാണ് ഇന്ന് ബാർസ നേടുന്ന ഓരോ വിജയങ്ങളും. മാഡ്രിഡിന്റെ ഗലാക്റ്റിക്കോസിനെതിരെ ബാർസലോണയുടെ ലാമാസിയ പ്രൊഡക്റ്റുകൾ ഇന്ന് ഫ്ലിക്കിനു കീഴിൽ ചരിത്രം രചിക്കുകയാണ്. കോപ്പ ഡെൽ റേയുടെ കലാശപ്പോരിൽ ചെസ്നി മുതൽ അങ്ങ് ഫ്രാൻ വരെ നീണ്ടുകിടക്കുന്ന ആ ദിലവനും പകരക്കാരായി എത്തിയവരും മിന്നിത്തിളങ്ങിയ ഒരു മത്സരം. എംബാപ്പ ഇല്ലാതിറങ്ങിയ മാഡ്രിഡിനെ ഞെട്ടിക്കാൻ ബാർസലോണക്ക് അധിക സമയം വേണ്ടി വന്നിരുന്നില്ല. ലാമിൻ നൽകിയ പന്തിനെ കൃത്യമായി വലയിലെത്തിച്ച് പെട്രി ബാർസലോണക്കായി ആദിലൂടെ ഉറപ്പിക്കുന്നുണ്ട്. കോട്ടയുടെ നീളം കരങ്ങൾക്ക് ഒന്ന് തൊടാൻ പോലുമാവാത്ത ഒരു വണ്ടർ ഗോൾ. യഥാർത്ഥത്തിൽ ആദ്യ പകുതിയിൽ റിയൽ മാഡ്രിഡ് ചിത്രത്തിലേ ഇല്ലായിരുന്നു. പക്ഷേ മറുഭാഗത്ത് ബാർസലോണ നിരന്തരം ആക്രമിച്ചു കൊണ്ടേയിരുന്നെങ്കിലും ഒന്നിൽ കൂടുതൽ സ്കോർ ഉയർത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. രണ്ടാം പകുതിയിലാണ് ആഞ്ചലോട്ടി ആ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തുന്നത്. അതോടെ കളി മാറി മറിയുന്നുണ്ട്. 70-ൽ ഫ്രിക്കിനെ വലയിലെത്തിച്ച് മത്സരം സമനിലയിലെത്തുമ്പോൾ 7 മിനിറ്റുകൾക്കപ്പുറം പകരക്കാരനായി എത്തിയ ആർദ ഗുലർ എടുത്ത കോർണറിന് തലവെച്ച് ചൗമേനി റയലിനായി ലീഡ് നേടിക്കൊടുക്കുന്നുണ്ട്. തോറ്റുനിന്ന മത്സരത്തിൽ റയൽ തിരിച്ചു വരുന്നു എന്ന പ്രതീതി നൽകുന്നു. പക്ഷേ ആ സന്തോഷങ്ങൾക്കൊന്നും വലിയ ആയുസ്സുണ്ടായിരുന്നില്ല. 84-ൽ ഫെറാൻ ടോറസ് മത്സരത്തെ 2-2 എത്തിക്കുന്നു. ഒടുക്കം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ കുണ്ടയുടെ തകർപ്പൻ ഗോളോടുകൂടി കളി ബാർസലോണ സീൽ ചെയ്യുന്നു. കോപ്പ ഡെൽ റേയുടെ ആവേശപ്പോരിൽ 3 ഗോളുകൾക്ക് ബാർസലോണ വിജയം സ്വന്തമാക്കുന്നു. മത്സരത്തിൽ ആഞ്ചലോട്ടി നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഫലം കണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് റയലിനായി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് ഈ മനുഷ്യനാണ്, ജൂഡ് ബെല്ലിംഗ്ഹാം, മാഡ്രിഡിന്റെ മിഡ്ഫീൽഡ് മാസ്റ്റർ. ബാർസയുടെ മധ്യനിരയിൽ നിന്നും പന്ത് റാഞ്ചുന്നതും ജൂഡ്, മുന്നേറ്റത്തേക്ക് പന്ത് എത്തിക്കുന്നതും ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതും ജൂഡ് തന്നെ. ഹീ പ്ലേയിങ് ലൈക്ക് എ മെഷീൻ. എല്ലാം കൊണ്ടും ഒരു ഗംഭീര മത്സരം കഴിഞ്ഞു പോകുമ്പോൾ 2 സുപ്രധാന കിരീടങ്ങൾക്ക് കൂടി അരികിലാണ് ബാർസലോണ നിൽക്കുന്നത്. ഇനി ലാലിഗയും ചാമ്പ്യൻസ് ലീഗും കൂടി നേടാൻ സാധിച്ചാൽ സീസണിൽ ട്രബിൾ കൂടി സ്വന്തമാക്കാൻ അവർക്കാകും. വർഷങ്ങൾക്കു ശേഷം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഓരോ ബാർസ ആരാധകരും കാത്തിരുന്നത്. വി ആർ വെയിറ്റിംഗ് ഫോർ ട്രബിൾ.